ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്ത് 3-4 ദിവസത്തിനുള്ളിൽ സീസ് ഫയർ ഡിക്ലറേഷൻ. അത് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പം വളരെ ഷോക്ക്ഡ് ആയിപ്പോയി കേട്ടോ. അത് നമ്മളങ്ങനെ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. നമ്മളങ്ങോട്ട് നല്ല രീതിയിൽ തിരിച്ചടിച്ച് വരികയായിരുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഇത്ര പെട്ടെന്ന് സീസ് ഫയർ അക്സെപ്റ്റ് ചെയ്തു എന്ന്. അതിന് പ്രധാനമായും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ അമേരിക്കയുടെ പ്രഷറിന് മുമ്പിൽ നമ്മൾ മുട്ടുമടക്കി. രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ പാകിസ്ഥാൻ്റെ ആണവായുധം അതിൻ്റെ സ്റ്റോർ ചെയ്തിരുന്ന പ്ലേസ് നമ്മൾ ഹിറ്റ് ചെയ്തു എന്ന്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരിക്കലും നമ്മുടെ ആർമി ചെയ്യുമെന്ന്. ആർമി അത് സ്ഥിരീകരിച്ചിട്ടുമില്ല, ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ചെയ്യാൻ വഴിയില്ല. കാരണം അറിയാമല്ലോ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത്. US ജപ്പാനിൽ ആ ഒരു ന്യൂക്ലിയർ ബോംബിട്ടതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പോഴും അവിടെയുള്ള ജനങ്ങളെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ രാജ്യം അങ്ങനെ ചെയ്യുകയില്ല. പിന്നെ ഇവർ പറയുന്നത് പാകിസ്ഥാൻ പഞ്ചാബിലെ സർഗോദ ജില്ലയിലെ കിരാന ഹിൽസ് അവിടെയാണ് ഇവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ നമ്മുടെ ബ്രഹ്മോസ് ഹിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായി, അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആർമി അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമുക്കും അങ്ങനെ തന്നെ വിശ്വസിക്കാം. ആർമി പറയുന്നത് തന്നെ വിശ്വസിക്കുക. 100-ൽ 99% അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ നമ്മൾ പോയി ചെയ്യുകയെല്ലാം തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഇത്രയും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. എത്രയോ മനുഷ്യജീവൻ, അതുപോലെ തന്നെ ലാൻഡ്, എല്ലാത്തിനും പ്രശ്നമാണല്ലോ ഈ ന്യൂക്ലിയർ അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഈ പെഹൽഗാം അറ്റാക്ക്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ചൈനയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ചൈനയും അമേരിക്കയും തമ്മിൽ നല്ല മത്സരമാണ്. ഒട്ടുമിക്ക എല്ലാ മാനുഫാക്ചറിങ് കമ്പനീസും ചൈനയിലുണ്ട്. പിന്നെ കുറേ കമ്പനീസൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ അവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് വേറെ അറിയാമല്ലോ, അത് വേറെ കുറേ പ്രശ്നങ്ങൾ കാരണം അവർ നമ്മുടെ രാജ്യത്തേക്ക് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് തടയിടേണ്ടത് വലിയ ആവശ്യമാണ്. അമേരിക്കക്കാളും മുമ്പിൽ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മൾ അവർക്കൊരു ഭീഷണിയാണെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ വളർച്ച എങ്ങനെയെങ്കിലും തടയിടുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട എയിം തന്നെയാണ്. അതിനവർ തിരഞ്ഞെടുത്ത വഴിയാണ് പാകിസ്ഥാൻ. അപ്പം നോക്കിയാൽ കാശ്മീരിൽ ഒരു പ്രശ്നവും ഇല്ല, നല്ല അടിപൊളിയായിട്ട് പോവാണ്, എല്ലാം സ്റ്റേബിളാണ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവിടെ ഉണ്ട്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം. അതിനിടയിൽ അപ്പോൾ അവർക്ക് തോന്നിയത് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക, അതിലൂടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പുറത്തുനിന്ന് വരുന്നതിനെയൊക്കെ തടയുക, അതൊന്ന്. പിന്നെ ഇന്ത്യ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ അവർ തിരഞ്ഞെടുത്ത വഴി പാകിസ്ഥാൻ. അങ്ങനെ അവരൊരു ടെറർ അറ്റാക്ക് പ്ലാൻ ചെയ്തു. അവരത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതിന് നല്ല രീതിയിൽ നമ്മൾ തിരിച്ചടി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ സീസ് ഫയർ വന്നപ്പോഴേ എന്തുകൊണ്ട് ഇന്ത്യ പെട്ടെന്ന് അത് അംഗീകരിച്ചു? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറ്റിയത്, നമ്മൾ ഇത്രയും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഇവർ വിചാരിച്ചില്ല. അവസാനം നിൽക്കക്കളി ഇല്ലാതെ വന്നപ്പം അമേരിക്കയുടെ കാല് പിടിച്ചു, അമേരിക്കയോട് അവർ റിക്വസ്റ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അമേരിക്ക പറഞ്ഞതുകൊണ്ട് നമ്മൾ അംഗീകരിച്ചു എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ ചെയ്തതിന് നമ്മൾ നല്ല രീതിയിൽ തിരിച്ചു കൊടുത്തു, അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് ഇനി ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതൊരു തിരിച്ചടി എന്ന് പറഞ്ഞ ഒരു യുദ്ധമായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കിക്കൊള്ളാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ സീസ് ഫയർ മാത്രമേ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ, അതിലൊന്നും ഒരു ചേഞ്ചും ഇല്ല. പാകിസ്ഥാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ചൈനയ്ക്ക് ഈ അവസ്ഥ തന്നെ. എന്തായാലും ഇനി അവരങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റിന് മുതിരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. അത് തന്നെയാണ് അവർക്ക് നല്ലത്.